ആഷ്ലിൻ. ഞാൻ തൊടുപുഴയിൽ നിന്ന് വരുന്നു. ഞാൻ UK-ൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് 5 വർഷമായിട്ട്. ലാസ്റ്റ് ഇയർ ഒരു മാർച്ച് ആയപ്പോൾ ഞാൻ 3 months പ്രഗ്നൻ്റ് ആയിരുന്നു. ആ ടൈമിൽ എൻ്റെ റൈറ്റ് ബ്രസ്റ്റിൽ ഒരു ചെറിയ തടുപ്പ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പം ഞാൻ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു സിസ്റ്റാന്ന് തോന്നണേ, വേറെ പ്രശ്നമൊന്നുമില്ല, അതെല്ലാവർക്കും ഉണ്ടാവുന്ന, പ്രത്യേകിച്ച് പ്രഗ്നൻസിയിൽ അങ്ങനെ വലുതായിട്ട് അത് കാണിക്കും എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ സ്കാൻ ചെയ്ത സമയത്ത് അവർക്കൊരു ചെറിയൊരു സംശയം പോലെ തോന്നി, ഇതെന്താ പ്രഗ്നൻസി റിലേറ്റഡ് ചേഞ്ച് ആണോ അതെയോ ക്യാൻസറസ് ആണോ എന്ന് അവർക്കൊരു ഡൗട്ട് തോന്നി. അപ്പോൾ എങ്കിലും ക്യാൻസറസ് ആണെങ്കിൽ നമുക്ക് ഈ പ്രഗ്നൻസി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഭയങ്കരമായിട്ട് ഞങ്ങൾ പേടിച്ചു പോയി. എന്നിട്ട് ഞങ്ങൾ ഒരു 14 days അവർ ബയോപ്സിക്ക് അയച്ചിട്ട് ഒരു 14 days സമയം ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ആവിലായിൽ അച്ഛനുമായിട്ട് പരിചയം ഉണ്ടായിരുന്നു, എൻ്റെ ഒരു റിലേറ്റീവ് വഴി. അപ്പോൾ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ടു, അച്ഛനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, ഇത് ദൈവത്തിൻ്റെ കുഞ്ഞാണ് എൻ്റെ ഉദരത്തിൽ വളരുന്നത്, അത് ദൈവത്തിൻ്റെ കുഞ്ഞാണ്, ദൈവം അതിനെ സ്നേഹിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. 1000 പ്രാവശ്യം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ തന്നെ ചെയ്തു. പിന്നെ അച്ഛൻ്റെ ആന്തരിക സൗഖ്യധാന്യം യൂട്യൂബിൽ കാണുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തു. ആ ഒരു 14 days എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചൊരു സമയമായിരുന്നു. അച്ഛൻ്റെ പ്രാർത്ഥന ആ ഒരു സമയത്ത് വളരെയധികം ഉണ്ടായിരുന്നു. പിന്നെ ആ 14 days കഴിഞ്ഞിട്ട് ആ ഒരു നെഗറ്റീവ് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരുപാട് സന്തോഷമായി. മാതാവിൻ്റെ അനുഗ്രഹവും ഈശോയുടെ അനുഗ്രഹവും ഞാൻ എത്രമാത്രം സ്നേഹിക്കപ്പെടുന്നുണ്ട് ദൈവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. മാത്രമല്ല എനിക്ക് ദൈവത്തിനോട് കൂടുതൽ അടുക്കാനായിട്ട് ദൈവം തന്ന ഒരു അനുഭവമായിട്ട് ഞാൻ ആ ഒരു സിറ്റുവേഷനെ ഇതിന് ഞാൻ കരുതുന്നു. ഇന്ന് എൻ്റെ കൊച്ചിന് 8 മാസം പ്രായമുണ്ട്. അടുത്ത മാസം ഈ മാസം അവസാനം ഞാൻ തിരിച്ച് UK-ക്ക് പോവുകയാണ്. അപ്പോൾ ദൈവം തന്നെ അനുഗ്രഹത്തിനെ ഓർത്ത് അച്ഛനോടും ഒരുപാട് നന്ദി പറയുന്നു, പ്രാർത്ഥിച്ചതിനും അനുഗ്രഹത്തിനും എല്ലാത്തിനും വേണ്ടിയിട്ട്. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, 2ാം മാസത്തിലല്ലേ 3ാം മാസത്തിൽ ബ്രസ്റ്റിൽ ഒരു തടിപ്പ് കാണുകയും അത് ക്യാൻസറസ് ആണ് എന്ന് ഒരു നിഗമനത്തിൽ, പ്രഥമ നിഗമനത്തിൽ എത്തുകയും കാർസിനോമയാണ് എന്ന നിഗമനത്തിൽ എത്തുകയും ഒക്കെ ചെയ്തു. അത് ക്യാൻസറസ് ആണെങ്കിൽ ഇനി പ്രഗ്നൻസി തുടരാൻ പറ്റുകയില്ല, അതായത് കുഞ്ഞിനെ അബോർട്ട് ചെയ്യണം. അതിൻ്റെ നല്ലൊരു വാക്ക് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ കുഞ്ഞിനെ അബോർഷൻ നടത്തണം എന്ന് പറഞ്ഞ സമയത്താണ് നമ്മുടെ ബെന്നിച്ചേട്ടൻ്റെ കസിൻ്റെ മകളാണ്, തലക്കൽ ബെന്നിച്ചേട്ടൻ്റെ. അപ്പോൾ അങ്ങനെ ബെന്നിച്ചേട്ടൻ വഴി ഫോൺ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. കർത്താവ് ബ്രസ്റ്റിലുണ്ടായിരുന്ന ആ മുഴ ചുരുങ്ങാൻ, സാധാരണ രീതിയിൽ പ്രഗ്നൻസിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹോർമോണുകൾ വേരിയേഷനുമായി ബന്ധപ്പെട്ട് മുഴ വളരുകയാണ് അതിൻ്റെ സാധ്യത എന്ന് പറയുന്നു. പക്ഷേ ആ മുഴ ചുരുങ്ങാനും അത് ക്യാൻസറസ് അല്ല എന്ന്, ഫൈബ്രോയിഡിൻ്റെ ഒരു വകഭേദമാണ് എന്ന് കണ്ടെത്താനും പ്രഗ്നൻസി തുടരാനും ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ജന്മം നൽകാനും ഈശോ കൃപ കൊടുത്തതിനെ ഓർത്ത് നമുക്ക് കൈയടിച്ച് നന്ദി പറയാം. മകള് UK-യിൽ നിന്ന് അവധിക്ക് വന്നപ്പോൾ തൊടുപുഴയിൽ നിന്ന് ഇന്നലെ യാത്ര ചെയ്ത് സാക്ഷ്യം പറയുന്നതിന് വേണ്ടി ഇന്ന് ഇവിടെ എത്തിയതാണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ അത്ഭുതങ്ങളും അടയാളങ്ങൾ യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ, ഉണരാം ഉണരാം ഉണരാം. പ്രൈസ് ദി ലോർഡ്. ശരി.